എളുപ്പമാവും. വസിനൂ ഖബല അൻ തൂസനൂ, നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കേണമേ. അള്ളാഹു നിങ്ങളുടെ അമലുകൾ നാളെ തുലാസിൽ വെച്ച് തൂക്കാൻ പോകുന്നു. ഇപ്പം എന്താ നമ്മളെ കയ്യിലുള്ളത്? ഇത് മരിച്ചു എന്നിട്ടൊരു എംബാരസ്മെന്റിലേക്ക് എത്തരുത്. പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നൊരു എംബാരസ്മെന്റ് നമ്മൾ പേടിച്ചു പോകരുത്. ഇവിടെ തന്നെ ചെയ്തു പോവുക. അതിപ്പോൾ റമദാൻ വരെ കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി തന്നെ തുടങ്ങാം, നാളെ രാവിലെ തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ വേള മുതലായി. നമ്മൾ ഈ ഇരിക്കുന്നത് രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മളെ വിചാരണ ചെയ്യുക. നമുക്ക് എത്ര നന്മയുണ്ട്, എത്രയെല്ലാം തിന്മയുണ്ട്, നമ്മളിൽ എത്ര നല്ല ഗുണങ്ങളുണ്ട്, എത്ര മോശപ്പെട്ടതുണ്ട്. ആ മോശപ്പെട്ടതിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും? തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് മടങ്ങാം. വല്ലാത്തൊരു അത്ഭുതമല്ലേ, അള്ളാഹു നമുക്ക് തൗബ എന്ന സുഗന്ധം നൽകിയില്ലായിരുന്നെങ്കിൽ പാപത്തിൻ്റെ ദുർഗന്ധം നമ്മളിന്ന് വിട്ടുമാറുമോ? തൗബ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒന്നുപോലും മറഞ്ഞു പോകാതെ, ഒന്നുപോലും വിട്ടുപോകാതെ കടുത്ത ഒരു അതിസൂക്ഷ്മമായ വിചാരണക്ക് നിങ്ങൾ വിധേയരാവാൻ പോകുന്നു. ആ വിചാരണക്ക് മുമ്പ് നിങ്ങളെ വിചാരണ ചെയ്യണേ. അള്ളാഹു അമലുകൾ തൂക്കാൻ പോകുന്നു. അതിൻ്റെ മുമ്പ് നിങ്ങളെ തന്നെ ഒന്ന് തൂക്കേണമേ. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജല്ലയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിചാരണ എളുപ്പമാവാൻ ഇത് കാരണമാണ്. നിങ്ങളെ വിചാരണ ചെയ്യണം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഈച്ചപ്പന തോട്ടത്തിൽ കയറി സ്വന്തത്തെ വിളിച്ച് വിചാരണ ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടത് ഹദീസിലുണ്ട്. ഉമർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ, ബഖിൻ ഉമറേ, നീ അമീറുൽ മുഅ്മിനീൻ ആണല്ലേ, നല്ല കോള്, നീ നല്ല ആളാണ്, നീ ഭയങ്കരനാണ്, നീ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് അല്ലേ? വല്ലാഹി യാ ഉമർ ലതത്തഖിയന്നല്ലാഹ് ഔ ലയുഅദ്ദിബന്നക. ഉമറേ, നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ എന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ നടന്ന് ഒറ്റക്ക് ഉറക്ക ശരീരത്തോട് ഒരു രാത്രിയിൽ വിളിച്ചു പറയുന്ന കാഴ്ച മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി ആ വഴിയിലൂടെ നടക്കുമ്പോൾ കേട്ടതാണ്. മഹാൻ വെറുതെ നിന്നു. ആരെയാ ഈ വിളിക്കുന്നത്? ഉമർ റളിയല്ലാഹുവിന്റെ പേരാണല്ലോ വിളിക്കുന്നത്. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത്? ഉമറേ, നീ അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. ആരാണ് ഇവരൊക്കെ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹു. ഉമറേ, അള്ളാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ, ഉമറേ നീ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് സ്വന്തത്തോട് ഉമർ എന്നവരെ വിളിച്ചു പറയുന്നത് ആര് കേൾക്കുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇസ്ലാം എന്നത് ഈ സംസ്കരണമാണ്. നമ്മൾ കുറേ സയൻസും കുറേ അതും ഇതും പറഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ നന്നായെങ്കിലല്ലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അറിയേണ്ടത് തസ്കിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളെ സംസ്കരിക്കുക എന്ന കാര്യമാണ്. ഇത് നടക്കാതെ എന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട്, ദുഃഖിതനായി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, യാ അബൂബക്കർ നാഫഖ ഹൻളല. അബൂബക്കറെ, ഞാൻ ഹൻളലത്ത് ഇബ്നു റബീഅ് മുനാഫിഖാണ്, ഞാൻ കപടവിശ്വാസിയാണല്ലോ, ഞാനൊരു മുഅ്മിനായിട്ടില്ലല്ലോ അബൂബക്കറെ, എനിക്ക് എന്നെക്കുറിച്ച് പേടിയാവുന്നു, ഞാൻ കപടവിശ്വാസിയാണ് അബൂബക്കറെ. ആരായി പറയുന്നത്? ഹബീബിന്റെ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാദാക്, എന്തുകൊണ്ടാണ് ഹൻദല നിങ്ങൾ അങ്ങനെ പറയുന്നത്? കപടവിശ്വാസിയോ മുനാഫിക്കോ?
അതിന് മാത്രം എന്ത് ചെയ്തു നിങ്ങൾ? അകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാൽ. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു മനോഹരമായ അവസ്ഥയിലാണ്. അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, സ്വർഗത്തിൻ്റെ മനോഹരമായ അനുഭവങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, നരകത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, ആഖിറത്തെക്കുറിച്ച്, ദുനിയാവിനെക്കുറിച്ച്, ശരീഅത്തിനെ കുറിച്ച്. ഈ അറിവുകളെല്ലാം കേൾക്കുമ്പോൾ എന്ത് രസമാണ്, എന്ത് ആനന്ദമാണ്, എന്തോ ഒരു അനുഭൂതിയാണ്. സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ, അല്ലാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ. പക്ഷെ സിദ്ദീഖേ, എന്ത് കാര്യം? ഹബീബായ തങ്ങളുടെ വാള് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയാൽ, നബി തങ്ങളുടെ മജ്ലിസിൽ നമ്മൾ പുറത്തേക്ക് പോയാൽ, ഫഇദാ ദഹബനാ മിൻഹു ആസഫന അൽഔലാദ് വൽഅസ്വാജ് വല്ലയാത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളായി, ഭാര്യമാര്, നമ്മുടെ കച്ചവടം, തൊഴില്, നമ്മുടെ കൃഷിസ്ഥലങ്ങള്, വനസീന കസീറാ. പിന്നെ നമ്മൾ ഇതൊക്കെ മറന്നു പോവുകയാണ്. കച്ചവടത്തിനിറങ്ങുമ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല. വീട്ടിലെത്തി മക്കളുടെ കൂടെ കളിക്കുമ്പോൾ ആഖിറം മറന്നു പോകുന്നു, പരലോകം ഓർമ്മ വരുന്നില്ല, നരകം ഓർമ്മ വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കപടവിശ്വാസമല്ലേ? നമ്മുടെ ഈമാൻ എത്ര ദുർബലമാണ് അബൂബക്കറെ, ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് വന്ന് പരാതി പറയുന്നത്. ഇതൊരു ആത്മവിമർശനമാണ്. നമ്മളെപ്പറ്റി ആലോചിക്കേണ്ടത്, നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മളെപ്പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ടങ്ങ് പുകഴ്ത്തി, വല്ലാണ്ടങ്ങ് പൊക്കി പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? اللهم لا تفتني بما يقولون واجعلني خيرا مما يظنون واغفر لي ما لا يعلمون. അല്ലാഹുവേ, ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ, നീ എന്നെ ഫിത്നയിലാക്കരുതേ റബ്ബേ. اللهم لا تفتني بما يقولون. അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നു പോകുമോ? പടച്ചവനെ കാക്കണേ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ റബ്ബേ. വജഅൽനി ഖൈറൻ മിമ്മാ യളുന്നൂൻ. അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായി റബ്ബേ നീ എന്നെ മാറ്റിത്തരേണമേ. വഗ്ഫിർലി മാ ലാ യഅലമൂൻ. എന്നെക്കുറിച്ച് അവരറിയാത്ത എൻ്റെ തെറ്റുകളുണ്ടാകും റബ്ബേ, അതെനിക്ക് നീ പുറത്തു തരേണമേ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും ഒന്നു പോകാതെ കിബറും റിയാവും സുംഅത്തും ഇജാബും ബിന്നഫ്സും ഇജാബും ബിർറഇയും ഇതൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതൊരു വലിയ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, സ്റ്റേജിൽ കയറുന്നവർ, പൊതുരംഗത്തുള്ളവർ, ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, വലിയ ദുരന്തമാണ്. നമ്മൾ ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത്. ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല, നമുക്കറിയാം. പടച്ചവനെ, അതിനേക്കാളും നമ്മൾ ഹൈറാക്കി തരേണമേ. പിന്നെ ആളുകൾ ഇങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ. അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ, ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരയണമേ. പിന്നെ പറയാ, അവരാ പറയുന്നത് കൊണ്ടൊന്നും റബ്ബേ എന്നെ നീ ഫിത്നയിലാക്കരുതേ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ പടച്ചവനെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹൻളലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു നാഫഖ ഹൻളല മുനാഫിഖായോ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ വന്നിരിക്കുകയാണ്. എന്താ പരാതി? ഞാൻ റസൂലുള്ളാഹിയുടെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഈ വാളിന്റെ സദസ്സിൽ നമ്മളിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ നമ്മൾ വീട്ടിലെത്തിയാൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, പറ്റുന്നില്ല, അല്ലേ? നമ്മൾ മറന്നുപോകും. അങ്ങനെ വരുന്നത് കപട വിശ്വാസമല്ലയോ? സിദ്ദീഖ് ഞങ്ങൾ പറഞ്ഞു, ഹൻളല, നിങ്ങൾ അങ്ങനെ കരയില്ലേ,
നമുക്ക് രണ്ടുപേർക്കും പോകാം ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കടന്നു പോകാം. ഹബീബിനോട് ചെന്ന് ചോദിക്കാം. വജാഊ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ അല്ലാഹുവിന്റെ റസൂലിനോട് രണ്ടുപേരും വന്ന് പരാതി പറഞ്ഞു. നബിയെ, ഹൻളല ഇങ്ങനെ പറയുന്നുണ്ട്. നബിയെ, എന്താണ് അതിന്റെ നിജസ്ഥിതി? എന്താണ് ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്? ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ ലൗ തകൂനൂന അലാ കുല്ലി ഹാലിൻ കമാ തകൂനൂന ഇൻദി, എന്റെ മുമ്പിലിരിക്കുന്ന പോലെയുള്ള ആത്മീയമായ, ആധ്യാത്മികമായ, പ്രകാശപൂരിതമായ ഹൃദയവിശുദ്ധിയിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എങ്കിൽ, എന്റെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ, കൃഷിയിടങ്ങളിലെത്തിയാൽ, കച്ചവടത്തിലെത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ ഹൻളല നിങ്ങൾ പറയുന്നത്? എന്നാൽ എന്റെ മുമ്പിലിരിക്കുന്ന പോലെ ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങളുടെ ബെഡുകളിൽ, നിങ്ങളുടെ വിരിപ്പുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈതന്ന് മുസാഫഹത്ത് ചെയ്യും. നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയും. പക്ഷേ അങ്ങനെ ഒരേ ലെവലിൽ എല്ലാ സമയത്തും നിലകൊള്ളാൻ ഹൻളല കഴിയില്ലല്ലോ. വലാകിൻ യാ ഹൻളല സാഅത്തുൻ വസാഅ, ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കണം, ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കണം. എപ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വിഷയങ്ങളിൽ, കച്ചവടത്തിന്, കൃഷിയിടങ്ങളിൽ, മക്കൾ, കുടുംബത്തിന് സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം, ആഖിറത്തിന് വേണ്ടി മറ്റൊരു സമയം, അങ്ങനെ നിങ്ങളുടെ സമയത്തിൽ ഒരൽപ്പം നിങ്ങൾ ദുനിയാവിന് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ല ഹൻളല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. തിന്മകളല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്, നന്മയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മനോഗതി പോലെ, ആ ഒരു ചിന്ത പോലെ, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര വലിയ പരാതിയായി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സലാം പറയും, കൈപിടിച്ചിട്ട്. നിങ്ങളുടെ വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയും. ലസ്വാഫഹതുകുമുൽ മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും, നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ വന്ന് സലാം പറയും. കാരണം അത് മലക്കുകളുടെ ജീവിതമാണ്. അത്രയ്ക്ക് നമ്മളെ കൊണ്ടാവില്ലല്ലോ, കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ വിഷയം ഹൻളല റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ സ്വന്തത്തെ നിരൂപിച്ചു എന്നതാണ്. പടച്ചോനെ, ഞാനിപ്പോൾ പഴയ പോലെ നിസ്കരിക്കുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ എനിക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ വൈജ്ഞാനിക സദസ്സുകളിലെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ സ്വതക്ക ചെയ്യുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെപ്പറ്റി വിചാരണ ചെയ്താൽ നാളത്തെ വിചാരണ എളുപ്പമാവും. അല്ലാഹു നാളത്തെ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. സലഫു സ്വാലിഹീങ്ങളിലെ വലിയ ആബിദീങ്ങളിൽപ്പെട്ട മഹാനാണ് മത്റഫ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ശിഖീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബിയാണ് വാപ്പ. മഹാനായ മത്റഫ് എന്നവർ താബിഈയാണ്, വലിയ ആബിദാണ്. മഹാനായ മത്റഫ് തങ്ങൾ അറഫയിൽ വന്നപ്പോൾ, അറഫ മൈതാനം, അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഹജ്ജ് ചെയ്ത ആളുകളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ, ഉംറയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. اللهم ارزقنا حجا مبرورا وعمرة مقبولة وزيارة لنبيك صلى الله عليه وسلم مرارا. ഒരുപാട് തവണ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒരുപാട് ഉംറയും ഹജ്ജും ചെയ്യാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാനായ മത്റഫ് ഇബ്നു അബ്ദില്ലാഹി തങ്ങൾ അറഫയിൽ വന്ന് നിൽക്കുമ്പോൾ, അറഫ മൈതാനം ദുൽഹിജ്ജ 9 അറഫ ദിനം മുഴുവൻ ആളുകൾക്കും അല്ലാഹു
പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ സദസ്സിൽ നിന്നുകൊണ്ട് മുത്തറഫ് എന്നവർ പറഞ്ഞ വാക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ലാ തറുദ്ദ ഹാദൽ ജംഅ കുല്ലഹു മിൻ അജലി. പടച്ചവനെ, ഇത്രയായിരം ആളുകൾ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളെ റബ്ബേ, ഞാൻ ഒരാൾ കാരണം, ഞാനൊരു പാപിയായ മനുഷ്യൻ ഇവിടെ വന്നത് കാരണം ഇവരാർക്കും പുറത്തു കൊടുക്കാത്ത ഒരവസ്ഥ വരരുത് റബ്ബേ. നീ ഞാൻ കാരണം ഇവരാരെയും ഖായിബാക്കി മടക്കരുതേ എന്ന് മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തത്തെ നിരൂപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവരൊക്കെ? വലിയ ആബിദീങ്ങളാണ്. അവരുടെ ഇബാദത്ത്, മഹാനവറുകൾ എപ്പോഴും അവിടുത്തെ കൂഫയിലെ ജുബ്ബാനയിൽ പോകുന്ന ഒരു ചരിത്രമുണ്ട്. കൂഫയിലെ വലിയൊരു ഖബർസ്ഥാനുണ്ട്. അവിടെ ചെന്ന് എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ടാ പോവുക. ആ ഒരു പ്രാർത്ഥന ഒരു ദിവസം തണുത്ത രാത്രിയിൽ മഹാനവറുകൾ അന്ന് ഐസ് പെയ്യുന്ന പോലെ തോന്നിയപ്പോൾ പോകാൻ പറ്റിയില്ല. അന്ന് രാത്രി സ്വപ്നം കണ്ടു മഹാനായ മത്റഫ് റഹ്മത്തുള്ളാഹി അലൈഹി, ലിമ ഹറംതന, എന്തേ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ആ ഒരു നന്മ നിങ്ങൾ എന്തേ ഞങ്ങൾക്കിന്ന് തരാതെ പോയത്? എന്തേ നിങ്ങൾ ഞങ്ങളൊന്ന് സിയാറത്ത് ചെയ്യാതെ പോയത് എന്ന് അവിടെ കിടക്കുന്ന അംവാത്തുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ മഹാനവറുകളോട് പരാതി പറയുന്നത് ഈ മഹാനെ കുറിച്ചാണ്. അത്രയും വലിയ ആബിദാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഈ അറഫ മൈതാനം പടച്ചവനെ, ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ കാരണം നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ പടച്ചവനെ. ഞാൻ കാരണം ഇവരെ നീ നിരാശരാക്കി മടക്കരുതേ യാ അല്ലാഹ്. മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവേ, ലമ്മാ نظرت إلى أهل عرفات ظننت أن الله غفر لهم لولا أني كنت فيهم. അറഫയിൽ ഇങ്ങനെ നോക്കുമ്പോ പടച്ചവനെ, ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് നാവുകളിൽ ദിക്റിന്റെ മന്ത്രവുമായി അറഫയിൽ നിൽക്കുകയാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബാലയത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്ന്, സഫാ കുന്നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളെ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരേണമേ എന്ന് ക്ഷണിച്ച ആ ക്ഷണത്തിന് ഉത്തരം കിട്ടിയവരാണ് ഹജ്മാർ. അല്ലാഹുവിന്റെ അതിഥികളാണ് അല്ലാഹുവിന്റെ അതിഥികളായി പോകുന്നവരെ. ആ അതിഥികൾ അവിടെ എത്തുമ്പോ മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി തങ്ങള് അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, റബ്ബേ, എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് നീ മഗ്ഫിറത്ത് കൊടുക്കുമായിരുന്നുവല്ലേ. ഞാനുള്ളത് കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കുമോ? യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് കച്ചവടക്കാരനാണ്, പക്ഷേ അതിസൂക്ഷ്മമായ കച്ചവടം ചെയ്ത മഹാൻ. യൂനുസ് ഇബ്നു ഉബൈദ് തങ്ങൾ പറയുന്നു, വല്ലാഹി ലാ ഉദ്ദു മിഅത ഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ മാ അലമു ഫീ നഫ്സി വാഹിദതൻ മിൻഹാ. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളും സജ്ജനങ്ങളുടെ ഗുണങ്ങളും 100 ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ എണ്ണി പറയുമ്പോ, ഞാൻ എൻ്റെ കൈകൾ എണ്ണി നോക്കുമ്പോ അതിലൊന്നുപോലും എന്നിലില്ലല്ലോ പടച്ചവനെ. 100ഓളം മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോ അതിലൊന്നുപോലും എന്നിൽ കാണാനില്ലല്ലോ എന്ന് പരിതപിച്ച് സ്വന്തം ശിഷ്യന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണ് യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ്. മഹാന്റെ ഒരുപാട് ചരിത്രം മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ യഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് തങ്ങൾ ഇബ്നു അബീ മുലൈക ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 30ഓളം സ്വഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാ ഫീഹിം വാഹിദുൻ ഇല്ലാ യഖാഫു നിഫാഖ അലാ നഫ്സിഹി.
ഞാൻ കണ്ട ഇബ്നു അബീ മുലൈക താബിഈയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ നബിയുടെ സ്വഹാബിമാർ, കമ്പാനിയൻസ് ഓഫ് ദ മെസ്സഞ്ചർ. ആ ഒരു നബി തങ്ങളുടെ സ്വഹാബിമാരുടെ ജനറേഷൻ, അതിൽപ്പെട്ട 30 ആളുകളെ ഞാൻ കണ്ട്, എനിക്ക് അടുത്ത് പരിചയമുള്ളവരാണ് 30 സ്വഹാബിമാർ. 30 പേരിൽ ഓരോരുത്തരും ഞാൻ മുനാഫിഖാണോ, ഞാൻ മുനാഫിഖാണോ, ഞാൻ കപടവിശ്വാസിയാണോ എന്ന് സ്വന്തത്തെക്കുറിച്ച് എപ്പോഴും പേടിക്കുന്നവരായിരുന്നു. അവരിൽ ആരും മാമിൻഹും അഹദുൻ യഖൂൽ, അവരിൽ ആരും പറയാറില്ല ഇന്ന ഈമാനഹു കഈമാനി ജിബ്രായീല വമീകായീല വഇസ്റാഫീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാനാ എനിക്കുള്ളത്, അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ, മീകായീൽ അലൈഹിസ്സലാമിന്റെ ഈമാനാ എനിക്കുള്ളത് എന്ന് ഈ 30 സ്വഹാബിമാരിൽ ഒരാളും പറയുമായിരുന്നില്ല. അവരൊക്കെ പറയുമായിരുന്നത് എൻ്റെ ഈമാനിൽ പെശകുണ്ടോ, എൻ്റെ ഈമാനിൽ കാപട്യം കലർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന സ്വഹാബിമാരാണ് 30 പേരും. ഞാൻ പരിചയപ്പെട്ടവരെ സ്വഹാബിമാര് പോലും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഇനി നോക്കേണ്ടതില്ല, അങ്ങനെ പറയരുത്. ത്വരീഖത്തുകൾ ഒരുപാട് ഖൈറായ ത്വരീഖത്തുകളുണ്ട്. നല്ലത് കിട്ടിയാൽ ഭാഗ്യം. ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പിന്നെ സ്വർഗത്തിന്റെ കാര്യം അവർ ഏറ്റെടുത്തു, അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യരുത് എന്ന ആലിമീങ്ങൾ പറയാം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്നെ ത്വരീഖത്തിന്റെ വിഷയങ്ങൾ പരാമർശിച്ചിടത്ത് ശറഇന്റെ വിവക്ഷ എങ്ങനെയാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ത്വരീഖത്ത്? ഒരിക്കലും നമ്മൾ ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സ്വഹാബിമാർ ഈ 30 പേര്, ഇബ്നു അബീ മുലൈക തങ്ങൾ പറയാം, ഞാൻ കണ്ട 30 സ്വഹാബിമാർ പേടിച്ചിട്ടാ ജീവിച്ചത്, എൻ്റെ ഈമാൻ പോകുമോ. അവരാർക്ക് കൈ കൊടുത്തവരാ, ആരെ ബൈഅത്ത് ചെയ്തവരാ? അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം നമ്മുടെ ഈമാൻ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമോ, അതിൽ കാപട്യം വന്നു പോകുമോ എന്ന് നമ്മളെ തെറ്റിദ്ധരിക്കണം. തുഹ്മത്തുൻ നഫ്സ്, നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കണം എന്നാണ്. പടച്ചവനെ, ഞാൻ നല്ല ആളല്ലല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ റബ്ബേ, എനിക്ക് ന്യൂനതകളുണ്ട്, എനിക്ക് തിരുത്തേണ്ട ഒരുപാട് തെറ്റുകൾ എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടവരാണ് സ്വഹാബിമാരിൽ. 30 പേരെ ഞാൻ പരിചയപ്പെട്ടപ്പോ 30 ആളുകളും ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻഹും വാഹിദുൻ ഇല്ലാ വയഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ പരിചയപ്പെട്ട 30ഓളം സ്വഹാബിമാർ തനിക്ക് നിഫാഖുണ്ടോ, കാപട്യമുണ്ടോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. അതിൽ ഒരാൾ പോലും എൻ്റെ ഈമാൻ ജിബ്രീൽ തങ്ങളുടെ, മീകായിൽ തങ്ങളുടെ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം അവരുടെ ഈമാൻ പോലെയാണ് എൻ്റെ ഈമാൻ എന്ന് ഒരാളും പറയാറില്ല. അതായത് ആത്മവിമർശനം ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇത് നമ്മൾ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം ഇതാണ്. ആത്മവിമർശനം നമ്മളെ ചെയ്യാം. മറ്റൊരാൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മളെ ഒരു ഗുണകാംക്ഷയോടുകൂടെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യാം. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം തങ്ങളുടെ ചൈനയിലേക്ക് വരെ കടന്നു പോകുന്ന ധർമ്മസമരങ്ങളിൽ കൂടെ നിന്ന മഹാനാണ് താബിഈയായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകളെ ജനങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിയപ്പോ അവർ രോഗിയായി കിടക്കുകയാണ്. വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്, ജനങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം കിട്ടാനാണ്. ഇദാ ഉഖിദ ബിയദയ്യ വരിജ്ലയ്യ വദുഹിബ ബി ഇലന്നാർ, എൻ്റെ 2 കൈകളും എൻ്റെ 2 കാലുകളും കൂട്ടിപ്പിടിച്ച് അല്ലാഹു എന്നെ നരകത്തിലേക്ക് എറിയുകയാണെങ്കിൽ ഈ ജനങ്ങൾ പറയുന്ന മദ്ഹ് കൊണ്ട് എന്തുപകാരം എനിക്ക് ലഭിക്കാനാണ്? ജനങ്ങളെ പൊക്കി പറയുന്നതോ തക്ബീർ ചൊല്ലുന്നതോ ഇതൊക്കെ നാളെ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ എന്തുപകാരം ചെയ്യുമെന്ന് ആരായി പറയുന്നത്? താബിഈങ്ങളുടെ സയ്യിദും മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ മഹാനെ കുറിച്ചാണ് ഖുതൈബ തങ്ങൾ പറയാറുള്ളത്. യുദ്ധം നടക്കുമ്പോൾ രാത്രി ക്യാമ്പിലൂടെ അങ്ങനെ നടക്കും. ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി തങ്ങളെ എന്നിട്ട് ചോദിക്കും, അയ്ന മുഹമ്മദ് ഇബ്നു വാസിഅ, മുഹമ്മദ് ഇബ്നു വാസിഅ എവിടെ? മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങൾ എവിടെ? അപ്പൊ ആരോ പറയും അവിടെ ഉണ്ട്. അപ്പോൾ പോയി നോക്കും. എന്താ അവർ ചെയ്യുന്നത്? ഉറങ്ങാണോ അതോ ഇരുന്ന് നിസ്കരിക്കുകയാണോ ദുആയിരക്കാണോ എന്ന് നോക്കാനായി പോകുന്നത്. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മഹുല്ലാഹ്
അവിടെ ഇരുന്ന് ആകാശത്തേക്ക് കൈയുയർത്തി അള്ളാഹുവിനോട് ദുആ ഇരക്കുന്ന കാഴ്ച കാണുമ്പോൾ മഹാനായ ഖുസൈബ തങ്ങൾ തിരിച്ചു വന്നുകൊണ്ട് ക്യാമ്പിൽ വന്ന് പറയും, ഇനി എനിക്കല്പം ഉറങ്ങാൻ, ഇനി ഒരൽപ്പം എനിക്ക് ഉറങ്ങാം, ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ. വല്ലാഹി ല ഇസ്ബഉ മുഹമ്മദ് ബിൻ വാസിൻ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ തുരീരിൻ വ അൽഫി സൈഫിൻ ഷഹീർ. 1000 മൂർച്ചയുള്ള വാളുകളും 1000 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും എനിക്ക് സൈന്യത്തിന് സഹായമായി ലഭിക്കുന്നതിനേക്കാളും വലുത് മുഹമ്മദ് ബിൻ വാസിഇന്റെ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ആ പ്രാർത്ഥന മതി എനിക്ക്. ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ ജയിക്കും. ആ പ്രാർത്ഥന കൊണ്ട് നാളെ അല്ലാഹു വിജയം തരും. അങ്ങനെ പറഞ്ഞിരുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ വാസിഉൽ അസ്സി. ആ മഹാനെ കുറച്ച് ആളുകൾ കൂടി പുകഴ്ത്തിയപ്പോ മഹാൻ പറഞ്ഞ വാക്കാണ്, വമാ യുഗ്നി അന്നി മാ യഖൂലുഹുന്നാസ്. ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് എന്ത് ഉപകാരപ്പെടാനാണ്? അല്ലാഹു ഇദാ ഉഖിദ ബിയദയ്യ വരിജ്ലയ്യ വദുഹിബ ബി ഇലന്നാർ. എൻ്റെ 2 കൈയും 2 കാലും പിടിച്ചുകെട്ടി എന്നെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുകയാണെങ്കിൽ ജനങ്ങളുടെ ഈ പ്രശംസ എനിക്ക് ഉപകാരപ്പെടുമോ? ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ എന്നെപ്പറ്റി പേടിക്കുന്നു എന്ന് പറഞ്ഞ മഹാൻ മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആത്മവിമർശനം എന്നത് ഒരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ ഗുണമാണ്. وليس الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود إذا صح منك الود فالكل هين وكل الذي فوق التراب تراب إذا صح منك وليس الذي بيني وبينك عامر. അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം നന്നായാൽ മതിയായിരുന്നു. വബൈനല്ലദി വബൈനി വബൈനൽ ആലമീന ഖറാബു. ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇനി മോശമായാൽ തന്നെയും, അവർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ തന്നെയും, അല്ലാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടണമേ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. വലൈസല്ലദീ ബൈനീ വബൈനക ആമിറു വബൈനീ വബൈനൽ ആലമീന ഖറാബു. إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. മനോഹരമായ വരികൾ. അല്ലാഹുവേ, എനിക്കും നിനക്കുമിടയിലുള്ള ബന്ധം സുദൃഢമാവുകയാണെങ്കിൽ, ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദുർബലമാണെങ്കിലും ഞാനും നീയും തമ്മിലുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ സ്നേഹം സത്യസന്ധമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, കുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു, ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും ഞാൻ മണ്ണിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഭൂമിക്ക് മുകളിലുള്ളതിന് ഞാൻ മണ്ണിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ. എനിക്ക് കൊട്ടാരവും വേണ്ട, പണവും വേണ്ട, പത്രാസും വേണ്ട. റബ്ബേ, നിന്റെ സ്നേഹം എനിക്ക്, ആ തെളിമയാർന്ന മഹബ്ബത്ത് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് മതി. ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കോട്ടെ. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹൈനു. തലക്ക് പ്രേമം തലക്ക് കയറിയപ്പോ പാടിയ ഒരു കവിതയായിരിക്കാം ഇത്. പക്ഷേ അതിനൊരു ആത്മീയ വശമുണ്ട് എന്ന് മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട് ഈ വരികളെ. വലൈസല്ലദീ ബൈനീ വബൈനക ആമിറു വബൈനീ വബൈനൽ ആലമീന ഖറാബു. إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണം എന്നൊരു മോഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളും വേദനയും മുറിവുകളും, ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഒരു കണ്ണുചിമ്മലോടുകൂടെ ഒരു അന്ത്യശ്വാസത്തിലൂടെ അവസാനിക്കുമ്പോൾ, അല്ലാഹുവേ,
ആയുസ് അവസാനിക്കാത്ത, വാർദ്ധക്യം വരാത്ത, സൗന്ദര്യം തീർന്നു പോകാത്ത ഒരു ലോകത്തേക്കല്ലയോ നീ ഞങ്ങളെ വിളിക്കുന്നത്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നമ്മളെ വിളിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ ആ സമാധാനം കിട്ടൂല. വീട്ടിൽ മോളെ കല്യാണം നടക്കണം, ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നും. 2 ദിവസം കഴിഞ്ഞാൽ പന്തലർക്ക് പൈസ കൊടുക്കണം, ഭക്ഷണക്കാർക്ക് പൈസ കൊടുക്കണം, അവരെ പിരിച്ചുവിടണം, ഇവരെ പിരിച്ചുവിടണം. പിന്നെ കുറെ കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയവിടെ പരാതി. ഇനി എങ്ങനെ ലിസ്റ്റിട്ടാലും 4 ആളെ മറക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അവരുടെ വക ചില കമൻറ്റുകൾ വരും. അപ്പോൾ ഭയങ്കര ആ ഒരു സന്തോഷമൊക്കെ പിന്നെ തീർന്നു. വേണ്ടില്ലായിരുന്നടി, കല്യാണം നടത്തണ്ടായിരുന്നു എന്ന് ഭാര്യയോട് പറയും. പിന്നെ എന്തേ? സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കുറച്ചേ ഉള്ളൂ ദുന്യാവിൽ, ബാക്കി അധികവും സങ്കടമാണ്, അല്ലേ? യാ അല്ലാഹ്, അതുകൊണ്ട് അല്ലാഹു നമ്മളെ വിളിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഇവിടുത്തെ ഒരു തിന്മ കൊണ്ട് നാളെ പരലോകത്തിൻ്റെ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇവിടുത്തെ ഒരു ആനന്ദം കൊണ്ട് നാളെ പരലോകത്തിൻ്റെ ഇറ്റേണൽ ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം നഷ്ടപ്പെടാതിരിക്കട്ടെ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ആത്മവിമർശനം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ ശരിയാക്കിയെടുക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു വസ്ത്രമണിയുമ്പോൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ഇത് രസമുണ്ടോ, ഇത് ഭംഗിയുണ്ടോ, ഇതെനിക്ക് ചേർന്നിട്ടുണ്ടോ, ഇതിൻ്റെ സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ടോ എന്ന് തൊട്ടടുത്ത കൂട്ടുകാരിയോട് ചോദിക്കുന്ന പോലെ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശത്തരങ്ങളുണ്ടോ, എൻ്റെ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ഞാനും അല്ലാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എൻ്റെ സുബ്ഹി നിസ്കാരം കൃത്യമായി നടക്കുന്നുണ്ടോ, എൻ്റെ തഹജ്ജുദ് എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ നാവിൽ ദിക്ർ വരുന്നുണ്ടോ, എൻ്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വന്നു കയറുന്നുണ്ടോ, എൻ്റെ ആത്മാവ് പരിശുദ്ധമാണോ, ശുദ്ധിയുള്ളതാണോ, എൻ്റെ സ്വഭാവം നന്നായിട്ടുണ്ടോ, എൻ്റെ വാക്കുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിചാരണ ചെയ്യുക. അതിനാണ് മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിരാശപ്പെടാനല്ല. പുണ്യനബി തങ്ങൾ പറയുമായിരുന്നു, കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കൾ ഓരോരുത്തരും, അമ്പിയാക്കന്മാരൊഴികെ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയോ? തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവരോ? തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാ? അത്തൗവാബൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. തിന്മ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര്. നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കളെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തിന്മകൾ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവര് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുകയാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും. അവരവരുടെ നാവുകൾ തന്നെ അവർക്കെതിരായി സാക്ഷി പറയും. വഅയ്ദീഹിം വഅർജുലുഹും. അവരുടെ കൈകളും അവരുടെ കാലുകളും ബിമാ കാനൂ യഅമലൂൻ. ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ കുറിച്ച് നാട്ടുകാരല്ല പറയുന്നത്, കൂട്ടുകാരല്ല പറയുന്നത്, സ്വന്തം ശരീരം തനിക്കെതിരെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് സൂറത്തുൽ ഫസ്സിലത്ത് 22-ാമത്തെ ആയത്ത്. വയഖൂലുൽ അശ്ഹാദ് ഹൗലാഇ അല്ലദീന കദബൂ അലാ റബ്ബിഹിം അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. മാലാഖമാർ സാക്ഷികളായി വിസ്തരിക്കപ്പെടുമ്പോൾ അവർ പറയും, ഹൗലാ, അല്ലാഹുവേ ഈ കൂട്ടരാണ്, അല്ലദീന കദബൂ അലാ റബ്ബിഹിം
റബ്ബിഹിം, അല്ലാഹുവിനെ കുറിച്ച് നുണ പറഞ്ഞവർ, പടച്ചവനില്ല എന്ന് പറഞ്ഞവരാണ് റബ്ബേ ഇവർ. നാസ്തികവാദം പറഞ്ഞവരായിരുന്നു റബ്ബേ ഇവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചവരാണിവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പേജുകൾ ഉണ്ടാക്കി, ആളെ കൂട്ടി നിന്നെ കളിയാക്കി ചിരിച്ച് ആർത്തട്ടഹസിച്ചവരായിരുന്നു റബ്ബേ ഇത്. അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ. പടച്ചവനെ, ഞങ്ങൾ അവരെ ശപിക്കട്ടെയോ? നിന്നെക്കുറിച്ച് മോശം പറഞ്ഞ ഈ ആളുകളെ ഞങ്ങൾ ശപിക്കുകയാണ് റബ്ബേ എന്ന് വയഖൂലുൽ അശ്ഹാദ്, നാളെ മാലാഖമാർ പറയും എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയുകയാണ്. നാളെ തിന്മകൾ വിസ്തരിക്കപ്പെടുന്ന ദിവസമാണ്. വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء. അല്ലാഹു നാളെ വിസ്തരിച്ചുകൊണ്ട് കുറ്റവാളികളെ, തിന്മ ചെയ്തവരെയും നന്മ ചെയ്തവരെയും അല്ലാഹു വേർതിരിക്കുകയാണ്. അവിടെ വെച്ചവരെ സത്യം ചെയ്ത് പറയും. ദുന്യാവിൽ സത്യം ചെയ്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തത് ന്യായമാണ് എന്നവർ പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് നജ്വ എന്ന് പറയാ. നജ്വ എന്നതാണ് മുഅ്മിനീങ്ങളുടെ വിചാരണ. നജ്വയാണ്. യുഖർറിറുല്ലാഹു അബ്ദഹുൽ മുഅ്മിൻ ബിദുനൂബിഹി ഫയുദ്നി. മുഅ്മിനീങ്ങളായ ആളുകളെ മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ വിശ്വസിക്കുകയും പുണ്യനബി തങ്ങൾ അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനറിയാം. അരികത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു തിന്മകളുടെ റെക്കോർഡുകൾ കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇത് നീ ചെയ്തതല്ലയോ? അമിൽത കദാ വകദാ ഫീ യൗമി കദാ വകദാ, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലായിരുന്നോ? പറയും നഅം റബ്ബേ, നഅം, അതെ അതെ അതെ. നിനക്കെന്തെങ്കിലും നിഷേധിക്കാനുണ്ടോ? ഇല്ല റബ്ബേ, നിഷേധിക്കാനില്ല, ഞാൻ ചെയ്തതു തന്നെ. എന്റെ മലക്കുകൾ നിന്നോട് അനീതി ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്ത നന്മകൾ എന്റെ മലക്കുകൾ എഴുതാതെ പോയിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്യാത്തത് നിന്റെ മേൽ എന്റെ മലക്കുകൾ ആരോപിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. നിനക്കെന്തെങ്കിലും ന്യായമോ ഒരു എക്സ്ക്യൂസോ എന്നോട് പറയാനുണ്ടോ? ഇല്ല റബ്ബേ, എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, യാ അബ്ദീ, എന്റെ ദാസനെ, അന സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ആരും അറിയാതെ ആരോടും പറയാതെ ഞാൻ നിനക്കത് മറച്ചു വെച്ചു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാൻ നിനക്ക് നിരുപാധികം മാപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞു. സുമ്മ യുഅതാ കിതാബു ഹസനാതിഹി ബിയമീനി, തന്റെ വലത് കൈയിൽ അമലിന്റെ കിതാബ് നൽകപ്പെടുകയാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ദുനിയാവിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു സമയം സംസാരിക്കാൻ പറ്റൂ. ഇന്റർവ്യൂ നടക്കുമ്പോൾ 1-to-1 സംസാരിക്കുമ്പോൾ. എന്നാൽ അത് സൃഷ്ടികൾ അല്ലാഹുവിനങ്ങനെയല്ല. കോടാനുകോടി ആളുകളോട് ഒരേ സമയം അല്ലാഹുവിന് വിചാരണ ചെയ്യാൻ കഴിയും. ആ വിചാരണയിൽ സത്യവിശ്വാസികളെ അരികത്തേക്ക് വിളിച്ച് നീ ചെയ്തതല്ലേ? അതേ റബ്ബേ. നിഷേധിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. എന്നാൽ നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്ന ഒരു വിചാരണയുണ്ട്. ആ വിചാരണയുടെ പേരാണ് നജ്വ എന്ന് പറയുന്നത്. ആ ഹദീസിനെ കുറിച്ച് തന്നെ ഹദീസുൻ നജ്വ എന്ന് പറയാം. ഈ തരത്തിലുള്ള വിചാരണ റബ്ബേ, നീ നാളെ ഞങ്ങളോട് വിചാരണ ചെയ്യുമ്പോൾ റബ്ബേ, ഈ വിചാരണ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തിന്മകൾ, തെറ്റുകൾ നമ്മിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നതും സ്വാഭാവികമാണ്. മനുഷ്യൻ ഉറങ്ങുന്നു. ഉറക്കെന്ന് പറഞ്ഞ ഐബാണോ? അല്ലല്ലോ. ഉറങ്ങാതിരുന്നാൽ അതിന് ചികിത്സിക്കുക ചെയ്യുക. ഭക്ഷണത്തിന് ദാഹവും വിശപ്പും തോന്നുന്നു, അത് തോന്നാതിരുന്നാൽ അതൊരു അസുഖമാണ്, അല്ലേ?
എന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമാണ് തിന്മ ചെയ്യുന്നത്. ഉറക്കം ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഉറങ്ങും. ഉറക്കം വരാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ഉറക്കിന്റെ നിഅമത്ത് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, അത് വലിയൊരു നിഅമത്താണ്. പടനില റാഷിദ് ഉണ്ടാ പോയോ? വലിയൊരു അത്ഭുതമാണ്. ഉറക്ക് വലിയൊരു നിഅമത്താണ്. ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുക, ദിവസങ്ങളോളം ഉറക്കം വരാണ്ടിരിക്കുക. ചില ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാലും മനുഷ്യ ശരീരത്തിന്, അതിൻ്റെ പ്രകൃതത്തിനെതിരാണത്. അതൊരു അസുഖമാണെങ്കിൽ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശപ്പില്ലാതിരിക്കുക, അതൊരു അസുഖമാണ്. യാ അല്ലാഹ്. കരച്ചില് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ഒരാൾക്ക് ഒരു നിലക്കും കരച്ചിൽ വരൂല, അതൊരു അസുഖമാണ്. കരയണം, കരയേണ്ടിടത്ത് കരയണം. അള്ളാഹുവിനെ പേടിച്ച് കരയുക, അതൊരു പൂർണ്ണതയാണ്, അതൊരു കമാലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹബീബിന്റെ മടിയിൽ വെച്ച് മരിച്ചപ്പോ നബി തങ്ങൾ ശബ്ദമുയർത്താതെ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങൾ കരഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, അങ്ങ് കരയുകയോ? അവിടെ നിന്ന് പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് കരുണയാണ്, റഹ്മത്താണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന കരുണയാണ് ഈ കണ്ണുനീർ എന്ന് പറയുന്നത്. അള്ളാഹു കരുണ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടിമകളിൽ കരുണ ചെയ്യുന്നവരോട് മാത്രമാണ്. കരുണ ചെയ്യുന്നവരോടാണ് അള്ളാഹു കരുണ ചെയ്യുന്നത്. അതുകൊണ്ട് ഹബീബിന്റെ കരച്ചിൽ പോലും ഒരു ന്യൂനതയല്ല. തങ്ങൾ കരഞ്ഞു, ശബ്ദമില്ലാതെ, കണ്ണുകൾ ചെമന്ന് കണ്ണുനീരുകൾ ചാലിട്ടൊഴുകിയിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൾ വേദനിക്കുന്നത് അതൊരു ന്യൂനതയല്ലാത്ത പോലെ മനുഷ്യപ്രകൃതമാണ്. തിന്മകൾ, തെറ്റുകളെങ്കിൽ ആ തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ തെറ്റുകൾ നമ്മോട് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല. സയ്യിദുനാ ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹ, ഇംഗ്ലീഷുകാരൻ ആദം ആൻഡ് ഈവ് എന്ന് വിളിക്കുന്ന ആദമു ഹവ്വാ, ആദം അലൈഹിസ്സലാമും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയും ഖാല, രണ്ടുപേരും അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തെറ്റുകൾ സംഭവിച്ചു പോയി റബ്ബേ, തിന്മകൾ സംഭവിച്ചു പോയി റബ്ബേ. തെറ്റുകൾ സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ആദം നബിയും ഹവ്വാ ബീവിയും, റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ, ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് മാപ്പ് തരികയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും റബ്ബേ. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. പിശാചും തെറ്റ് ചെയ്തിരുന്നവിടെ. പിശാച് തെറ്റ് ചെയ്തു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞപ്പോ അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ, ഞാനാണ് ആദമിനെക്കാളും അലൈഹിസ്സലാം മേലെയുള്ളത് ഞാനാണ്. നീ എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, ആദമിനെ പടച്ചത് അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ടല്ലേ പടച്ചത് എന്നവൻ പറഞ്ഞു. അഹങ്കാരമുണ്ടായി. അല്ലാഹു മറുപടി കൊടുത്തു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, അഭിശപ്തനായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. وأن عليك لعنتي إلى يوم الدين, ലോകാന്ത്യം വരെ നിനക്കെന്റെ ശാപമുണ്ടാകുമെന്ന് അള്ളാഹു പിശാചിനോട് പറയാൻ കാരണം എന്തേ? തിന്മ ചെയ്തപ്പോൾ ഞാനത് ചെയ്തു പോയി റബ്ബേ എന്ന പശ്ചാത്താപത്തിന്റെ ഒരു വാക്കവൻ പറഞ്ഞില്ല എന്നതാണ്. ഇപ്പോഴും അവന് പറയാം, പക്ഷെ അവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് റബ്ബി ബിമാ അഗ്വൈതനി,
പടച്ചവനെ നീയാണ് എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ട് ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ പഴപ്പിക്കും. അള്ളാഹുവിനോട് വെല്ലുവിളിച്ചവനാണവൻ. പക്ഷേ മുഅ്മിനീങ്ങൾ പറയുന്നത് റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി, റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണമേ. ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാഹുമ്മ ഇന്നി, ഹബീബിന്റെ ദുആയുണ്ട്, അത്തഹിയാത്തിന്റെ അവസാനത്തിലൊക്കെ ദുആ ഇറക്കാൻ പറ്റുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീറാ വലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, ടൂർ പോകുമ്പോൾ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, തിന്മകളുടെ അവസരങ്ങൾ വന്നു ചേർന്നപ്പോൾ അള്ളാഹുവിന്റെ പടച്ചവന്റെ ദീനും ശറഇന്റെ നിയമങ്ങളും പഠിക്കാതിരുന്നപ്പോൾ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഫഗ്ഫിർലി, മാപ്പ് നൽകണേ. വ ഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹുവേ നിനക്ക് മാത്രമല്ലേ കഴിയൂ. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, നീ എനിക്ക് മാപ്പ് നൽകണമേ. വർഹംനി, മാപ്പ് നൽകിയാൽ മാത്രം പോരാ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് എന്നെ പൊതിയണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, പടച്ചവനെ നീയാണല്ലോ മാപ്പ് ചെയ്യുന്നവൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞ ദുആയാണത്. ഒന്ന് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖിദ്ർ നബിയോടുകൂടെ യാത്ര പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം അല്ലാഹു വിവരിക്കുന്നു. ലദുന്നിയായ അറിവ് പുസ്തകങ്ങളിലോ ഇൻഫോർമേഷന്റെ സോഴ്സുകളിൽ നിന്നോ കിട്ടേണ്ടതിന് പകരം അള്ളാഹു നേരിട്ട് ഹൃദയവിശുദ്ധിയുള്ള ആളുകളുടെ കൽബിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു തരം ഇൽമുണ്ട് എന്ന് മൂസനബിയെ പഠിപ്പിക്കാൻ അള്ളാഹു മൂസനബിയോട് ചെയ്യാൻ പറഞ്ഞ യാത്ര ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇന്നത്തെ ഷർമു ഷെയ്ഖിന്റെ ഭാഗത്ത്, മജ്മഉൽ ബഹ്റൈനിന്റെ ഭാഗത്ത്, ഈജിപ്തിന്റെ ഭാഗമായ ആ ഒരിടത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി അന്വേഷിക്കാൻ പറഞ്ഞ് കൂടെ കൊണ്ടുപോയ യാത്രയുടെ വിശദീകരണം, ആ ചരിത്രം നമുക്ക് അറിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി പറഞ്ഞത്, എന്നോടൊന്നും ചോദിക്കരുത്, അതിന്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ ആ സമയത്ത് എന്നോട് നിങ്ങൾ ചോദിക്കരുത്, പിന്നീട് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടും ക്ഷമ പാലിക്കാൻ കഴിയാതെ ഖിദ്ർ നബി അലൈഹിസ്സലാം ചെയ്ത പലതും മഹാനായ മൂസാ നബിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മൂസാ നബിക്ക് പറയേണ്ടി വന്നു. بسم الله الرحمن الرحيم لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. ഖിദ്ർ നബിയെ, മറന്നുപോയി കേട്ടോ, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്, മറന്നുപോയതിന് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. മറവിക്ക് ശിക്ഷിക്കാൻ പാടില്ല, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്. എന്നിട്ട് മൂസാ നബി അങ്ങോട്ട് പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. കപ്പൽ പൊളിച്ചപ്പോ മൂസാ നബി പറഞ്ഞു, എന്തിനാ ഇത് ചെയ്തത്? ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എന്നിട്ട് മൂസാ നബിയോട് ഖിദ്ർ നബി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചോദിക്കരുത് എന്ന്? മൂസാ നബി അങ്ങോട്ട്, ഖിദ്ർ നബിയെ, ഇനി എങ്ങാനും ഇത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്നെ കൂടെ കൂട്ടരുത്.
ഫലാ തുസാഹിബിനി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നൂടെ, ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നുകൂടെ എന്ന് തനിക്ക് പറ്റിയ തെറ്റിനെ സമ്മതിച്ചു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതൊരു ക്വാളിറ്റിയാണ്. തെറ്റുപറ്റി എന്ന് പറയുന്നത് സമ്മതിക്കുന്ന ക്വാളിറ്റിയാണ്. ഓസ്ട്രേലിയക്കാരനായൊരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ ചില വീഡിയോ ഉണ്ട്. അതിൻ്റെ പേര് തന്നെ സോറി എന്നാണ്. സോറി എന്ന് പറയില്ല, ഐ എം സോറി ആൻ ഇസ്ലാമിക് വീഡിയോ എന്നോ ഇസ്ലാമിക് ഷോർട്ട് ഫിലിം എന്നോ അടിച്ചാൽ യൂട്യൂബിൽ കിട്ടും. ഇതൊരു ക്വാളിറ്റിയാണ് സോറി എന്ന് പറയുന്നത്. ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അത് വലിയവരും ചെറിയവരും പണ്ഡിതരും പാമ്പരരും നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ പറയാറുണ്ട്, നല്ലവർ, എന്നാൽ പറയാത്തവരുമുണ്ട്. അത് പറയുന്നതൊരു ക്വാളിറ്റിയാണ്. മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ. സയ്യിദുനാ ഈസ നബിയുടെ മനോഹരമായൊരു സംഭവമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. പുണ്യ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹിസ്സലാം റആ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. ഇത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഒരാൾ മോഷണം ചെയ്യുന്നത് ആര് കണ്ടു? നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഒരാൾ മോഷ്ടിക്കുകയാണ്, അത് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ആര്? പ്രവാചകനായ അള്ളാഹുവിന്റെ കലിമത്തും റൂഹുമായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അപ്പോൾ ഈസ നബി ചോദിച്ചു, അസ്റഖത, നിങ്ങൾ മോഷ്ടിച്ചോ? അപ്പം മോഷ്ടിച്ച ആള്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈസാ നബി ഇത് കണ്ടുകൊണ്ട് കണ്ടതാണ് ഞങ്ങൾ മോഷ്ടിക്കുന്നത്. മോഷ്ടിച്ചോന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അള്ളാഹുവിനെ സത്യം ചെയ്തു പറഞ്ഞു, അള്ളാഹിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബിയുടെ മറുപടി, ആമൻതു ബില്ലാഹി വകദ്ദബ്തു ഐനി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞാൻ എൻ്റെ കണ്ണിനെ കളവാക്കി, എൻ്റെ കണ്ണ് കണ്ടത് സത്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം അതിന് മറുപടിയും കൊടുത്തു. എന്നാ ഞാൻ കണ്ടത് തെറ്റായിരിക്കും, എൻ്റെ കണ്ണ് പഴച്ചതായിരിക്കും എന്ന് പറയൂലേ. ആമൻതു ബില്ലാഹി വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിന്റെ നാമം വെച്ച്, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, by God who there is no deity besides him, അല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അങ്ങനത്തെ പടച്ചവൻ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇവരൊക്കെ പറയുമ്പോൾ പേടിച്ചു പോയി നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. കുഴപ്പമില്ല, ആമൻതു ബില്ലാഹ്, ഞാനും ഒരു മുസ്ലിമാണ്, മുഅ്മിനാണ്. പിന്നെ ഞാൻ കണ്ടത്, എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, എൻ്റെ കണ്ണ് കളവ് പറഞ്ഞു, നീ കളവ് പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹിനെ വെച്ച് സത്യം ചെയ്യുന്നൊരു മനുഷ്യൻ നുണ പറയൂലല്ലോ. നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം സ്വന്തത്തെ കുറ്റപ്പെടുത്തിയെന്ന അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെയാണ് ഞാൻ കളവാക്കുന്നത്, എൻ്റെ കണ്ണ് പറഞ്ഞതാണ് നുണ, നീ പറഞ്ഞ നുണയല്ല കേട്ടോ എന്ന് നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാല നബി സ്വല്ലല്ലാഹു, പുണ്യ നബി തങ്ങൾ പറയും, ഈ ഹദീസിനെ മഹാന്മാർ വ്യാഖ്യാനിച്ചു. എന്താണ് ഈസ നബി അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ മോഷണം ചെയ്ത ആളുടെ മോഷണത്തെ വ്യാഖ്യാനിച്ചു. ഒന്നുകിൽ അത് അയാളുടെ തന്നെ ഷോപ്പായിരിക്കും, ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ അയാൾ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ച അയാളുടെ ഒരു സൂക്ഷിപ്പ് സ്വത്ത് എടുക്കാൻ വന്നതായിരിക്കും. കാണുമ്പോൾ ഇതൊക്കെ മോഷണമെന്നാ തോന്നുക അല്ലേ? സ്വന്തം ഷോപ്പ് പാതിരാക്കി എല്ലാവരും ഷോപ്പ് അടച്ചു പോയി, ഒരു പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് ഷട്ടർ തുറന്നിട്ട് സ്വന്തം ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോരുകയാണെങ്കിലും കാണുന്നൊരു വിചാരിക്കുക, ആ കള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കയറിയത് സ്വന്തം ഉടമസ്ഥനായിരിക്കും. ഈസാ നബി പറയാണ്, എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു കേട്ടോ എന്ന്. അങ്ങനെ ഒരു സത്യം ചെയ്ത് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാം എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ്. തെറ്റുകൾ സമ്മതിക്കുന്നത് ഒരു ന്യൂനതയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما. പ്രവാചകരെ, അള്ളാഹുവിൻ്റെ ദൂതരെ,
അല്ലാഹു നിങ്ങൾക്ക് ന്യായപ്രമാണമായ വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. ബിൽ ഹഖ്, അത് സത്യമാണ്, അത് ന്യായമാണ്, അത് പ്രമാണമാണ്. എന്തിന്? ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്. അല്ലാഹു അങ്ങയെ പഠിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ വിധി പറയാൻ വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ ന്യായ പുസ്തകമാണ്, ഖുർആൻ ന്യായമാണ്, സത്യമാണ്. അതുകൊണ്ട് വലാ തകുൻ ലിൽ ഖായിനീന ഖസീമാ, നബിയേ വഞ്ചന ചെയ്യുന്ന ആളുകളുടെ കൂടെ, അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യരുതേ നബിയേ, അവരുടെ കൂടെ കൂടരുത്. അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണമേ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, അല്ലാഹു മാപ്പ് തരുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ولا تجادل عن الذين يختانون أنفسهم, സ്വന്തം ശരീരങ്ങളോട് വഞ്ചന ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ അങ്ങ് വാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമാ, തിന്മകൾ ചെയ്യുന്ന, വഞ്ചന ചെയ്യുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല നബിയെ. അതുകൊണ്ട് അവരോട് ഒരിക്കലും സമരസപ്പെട്ടു പോകുന്നതും ശരിയല്ല. തിന്മകളെ തിന്മകളായിട്ടും തിന്മകളെ തിന്മകളായിട്ടു തന്നെ അങ്ങ് കാണണം. തിന്മ ചെയ്യുന്ന ആരോടും അങ്ങ് സമരസപ്പെടരുത്. തിന്മകളോട് ഒരിക്കലും കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാ നിബിതങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നിബിതങ്ങളോട് അല്ലാഹു പാപമോചനം ചോദിക്കാൻ പറഞ്ഞു. വസ്തഗ്ഫിരില്ലാഹ്, തങ്ങൾ പാപങ്ങൾ ഇല്ലാത്തവരാണ്, തങ്ങൾ മഅസൂമാണ്, പാപസുരക്ഷിതരാണ്, പ്രൊട്ടക്റ്റഡ് ഫ്രം സിൻസ്. മഅസൂം എന്ന വാക്കിന് അർത്ഥം അതാ, ഒരു തെറ്റും അവർ ചെയ്യൂല. ലാ ഖബ്ല നബുവ്വതി വലാ ബഅദ, പ്രവാചകത്വത്തിന്റെ മുമ്പോ ശേഷമോ അമ്പിയാക്കന്മാരിൽ തെറ്റ് സംഭവിക്കൂല. അങ്ങനത്തെ നബിയോട് മാപ്പ് ചോദിക്കണേ റബ്ബിനോട്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, അത് നമ്മളോടുകൂടെയുള്ള ആജ്ഞയാണ്. ഹബീബായ നിബിതങ്ങൾ യുദ്ധത്തിന്റെ മുതൽ ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ നിബിതങ്ങളോട് വന്ന് പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി തങ്ങളോട്, അന്നഹാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. പുണ്യ നബി ഓഹരി വെച്ച് കൊടുത്തപ്പോൾ ചില ആളുകൾക്ക് ഏറെ കൊടുത്തു, ചിലക്ക് ഇച്ചിരി കുറഞ്ഞുപോയി. ആ പൈസ വരുമ്പോഴാണല്ലോ പ്രശ്നമാവുക. പൈസയ്ക്ക് വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാകുന്നത്, കാശിന് വേണ്ടിയല്ലേ അടിയും പിടിയും കൊലപാതകം വരെ നടക്കുന്നത്. പുണ്യനബി യുദ്ധത്തിന്റെ മുതലുകൾ ഓഹരി വെച്ച് കൊടുക്കുമ്പോ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തതല്ല ഇത് എന്ന് നിബിതങ്ങൾ കൊടുത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അയാളെ പോയി അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഹബീബായ നിബിതങ്ങളോടെ പറഞ്ഞത്, തങ്ങൾ ഈ ചെയ്ത് ശരിയല്ല, ദിസ് ഈസ് ആൻ അൺജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങ് ചെയ്തത് അനീതിയാണ്, ശരിയായിട്ടില്ല, ഫെയർ ആയിട്ടില്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. പുണ്യ നബിയോടായി പറയുന്നത്. സ്വഹാബിമാർ ആ മനുഷ്യനെ പിടിച്ചു കെട്ടാൻ നോക്കിയപ്പോൾ തങ്ങൾ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞു. ആ മനുഷ്യനെ അടിക്കാൻ പറഞ്ഞു, ജയിലടക്കാൻ പറഞ്ഞു, കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ ഒരൊറ്റ വാക്കാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? റഹിമല്ലാഹു അഖീ മൂസ, പ്രവാചകനായിരുന്ന മൂസ നബി അലൈഹിസ്സലാം എന്റെ പ്രവാചക സഹോദരനാണ്, എന്റെ സഹോദരൻ മൂസ നബി, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് സ്വബറ അലാ അശദ്ദ മിൻ ഹാദാ, ഇതിനേക്കാളും പ്രയാസകരമായ വാക്കുകൾ സ്വന്തം അനുയായികളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്ന നബിയാണ് മൂസ നബി. എന്നിട്ടും പ്രവാചകൻ മൂസ നബി ക്ഷമിച്ചില്ലയോ? എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ പ്രവാചകൻ, എന്റെ സഹോദരനായ മൂസ നബി എന്നെക്കാളും സഹിച്ചവരാണ്. ആ വാക്കുകളെ കൊണ്ട് നബി തങ്ങളത് സ്വീകരിച്ചു. പറയുമ്പോൾ ആ പറഞ്ഞ വാക്ക് നിരർത്ഥകമാണ്, ബേസ്ലെസ് അക്യൂസേഷൻ. എന്നിട്ട് പോലും നബി തങ്ങൾ ആ മനുഷ്യനെതിരെ ഒന്നും പറഞ്ഞില്ല, അയാളെ ഒരു ശിക്ഷയ്ക്കും വിധിച്ചില്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു സംഭവം പറയട്ടെ. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ സൈന്യത്തിന്റെ കൂടെ പറഞ്ഞേക്കുമ്പോൾ ആഖിറു ബഅസത്തിൻ ബഅസഹാ റസൂലുള്ളാഹ്,
പുണ്യ നബിയുടെ ജീവിതകാലത്ത് നടന്ന ദ ലാസ്റ്റ് എക്സ്പെഡിഷൻ, ആ യാത്രയിൽ നേതാവായി നബി തങ്ങൾ പ്രഖ്യാപിച്ചത് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ സൈന്യം പോകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ദ ഫസ്റ്റ് മിഷൻ മഹാനവറുകൾ ആദ്യം ചെയ്ത മഹാനവറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തങ്ങൾ തയ്യാർ ചെയ്ത ആ സൈന്യത്തെ റോമിന്റെ ഭാഗത്തേക്ക് പറഞ്ഞേക്കുക ചെയ്തു. അതിന്റെ നേതാവ് ആരാന്നറിയോ? 17 വയസ്സുണ്ടായിരുന്ന ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സ്, കറുകറുത്ത സ്വഹാബിയാണ്. വാപ്പയാണെങ്കിലോ യൂറോപ്പുകാരനെ പോലെ വെറുവെളുത്ത സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു ഹാരിസ. രണ്ടുപേരും നബി തങ്ങൾക്ക് മഹബൂബികളായ സ്വഹാബിമാരാണ്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളുടെ മോനാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ നേതാവാക്കിയപ്പോ ചില സ്വഹാബിമാർക്ക് പ്രശ്നമായി. 17 വയസ്സുള്ള ചെറുക്കൻ എങ്ങനെ നേതാവാക്കുക? ഇതിൽ മുതിർന്ന 50, 60, 70 കഴിഞ്ഞ മുതിർന്നവർ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു. അക്കൂട്ടത്തിൽ അയ്യാഷ് ഇബ്നു അബീ റബീഅത്തുൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. അയ്യാഷ് ഇബ്നു അബീ റബീഅ, അയ്യാഷ് സ്വഹാബിന്റെ പേരാ. കുട്ടികൾക്ക് പേരിടാറുണ്ട് അയ്യാഷ്, ആൺകുട്ടികൾക്ക് നല്ല പേര്. ആയിഷ എന്നൊക്കെ പറയുന്ന അതേ ആ വാക്കിന്റെ നേരെ അറബി ആൺകുട്ടികളുടെ വാക്കായിരിക്കും അയ്യാഷ്. ആയിഷ്, അയ്യാഷ്. അയ്യാഷ് ഇബ്നു റബീഅത്തുൽ മഖ്സൂമി. അവരും ചില ആളുകളും വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എങ്ങനെയാണ് റസൂലേ അടിമയായ മൗലയായ അടിമയായ ഒരാളെ ഞങ്ങൾ ഖുറൈശികളുടെ നേതാവായിട്ട് സൈന്യത്തിന് നിയോഗിക്കുന്നത്? വനഹ്നു മിൻ ഖുറൈശിൻ വഫീഹിം വഫീഹിം വഫീഹിം. ഞങ്ങൾ ഖുറൈശികളല്ലേ, ഖുറൈശികളിൽ എത്ര യോഗ്യരായ ആളുകളുണ്ട് എന്ന് മഹാനായ അയ്യാഷ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിനോട് വന്ന് പറഞ്ഞപ്പോ ഹദീസിന്റെ റാവി പറയാണ്, ഖതബ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഒരു ഖുതുബ നിർവഹിച്ചു. ഇൻ തത്അനു ഫീ ഇമാറതി, ഉസാമത്ത് ഇബ്നു സയ്യിദ് എന്നവരെ ഞാൻ അമീറാക്കിയതിൽ, നേതാവാക്കിയതിൽ നിങ്ങൾക്ക് നിരൂപണമുണ്ടെങ്കിൽ ഫഖദ് കുൻതും തത്അനൂന ഫീ ഇമാറതി അബീഹി മിൻ ഖബൽ. അവരുടെ ഉപ്പയായ നേതാവും എൻ്റെ മെഹബൂബുമായ സയ്യിദ് ഇബ്നു ഹാരിസയെ മുഅ്ത യുദ്ധത്തിന് നേതാവായി പറഞ്ഞേക്കുമ്പോൾ അന്നും നിങ്ങളിൽ ചില ആളുകൾ പ്രശ്നങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. വഅയ്മുല്ലാഹ് ഇൻ കാന ലഖലീഖൻ ലിൽ ഇമാറ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഉസാമത്ത് ഇബ്നു സയ്യിദിനെയും അവരുടെ ഉപ്പയായ സയ്യിദ് ഇബ്നു ഹാരിസയെയും ഞാൻ അമീറാക്കിയത് അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. എനിക്കിഷ്ടപ്പെട്ടവരെന്ന് കൊണ്ട് മാത്രമല്ല, ബൈ ഗോഡ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കാന ലഖലീഖൻ ലിൽ ഇമാറ, നേതാവാകാൻ യോഗ്യതയുള്ള ആളാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നിടത്ത് കമ്മിറ്റി ഭാരവാഹികൾ, കമ്മിറ്റി ജനറൽ ബോഡി കൂടുമ്പോഴേ യോഗ്യരായ യുവാക്കളെ കമ്മിറ്റിയിലേക്ക് എടുക്കണം. എന്തിനെന്നറിയോ? മുതിർന്ന ആളുകളുടെ കൂടെ നിന്ന് അവർക്ക് പ്രവൃത്തി പരിചയം ഉണ്ടാവണം, പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണം എന്നതിന് ഏറ്റവും വലിയ മാതൃകയാണ്. സ്വഹാബികളിൽ പ്രായമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കെ ഉസാമത്ത് ഇബ്നു സയ്യിദ് എന്നവരെ നബി തങ്ങൾ അമീറായി നിയമിച്ചത് റോമിലേക്ക് പോകുന്ന 2000 ആളുകളുടെ അമീറാണ്. 17കാരൻ, 17 വയസ്സ്, +2കാരന്റെ പ്രായമായിട്ടുള്ളൂ അല്ലേ, മീശ പോലും മുളച്ചിട്ടില്ല. മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് ഹബീബിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഒരു സ്വഹാബിയെ നോക്കി അവരുടെ ക്വാളിറ്റി നോക്കിയ നബി തങ്ങൾ അവർക്ക് ടാസ്ക് കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അവരുടെ മോന് ഉസാമയും. മഹാനവറുകൾക്ക് ശേഷം, വാപ്പക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഉസാമ. ആ ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല, പിന്നെയോ നേതാവാകാൻ യോഗ്യതയുള്ള ആളാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നറിഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഉസാമയെ നേതാവാക്കിയത് എന്ന് നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.